വിശ്വസ്തരായവർക്ക് ഒരു നാക്കേ ഉണ്ടാവും. വെള്ളപ്പൊക്കം വന്ന് മനുഷ്യരാശി മുഴുവൻ തൊലഞ്ഞാലും ഒരൊറ്റ ഒരാൾ മാത്രം കുറ്റിക്കടിച്ച പോലെ അതേപോലെ തന്നെ നിൽക്കും. ആ ഒരാൾ Most successful gangster ever, and they call me Martin. ഞാൻ ആദ്യം പറഞ്ഞ ചിലപ്പോൾ തമാശയായിട്ട് നിങ്ങൾക്ക് പലർക്കും തോന്നും. പക്ഷേ വെള്ളപ്പൊക്കം എന്നല്ല, ഇനി എന്ത് വന്നാലും മാർട്ടിനൊന്നും പറ്റില്ല. കാരണം മാർട്ടിൻ വാട്ടർ പ്രൂഫാണ്, ഫയർ പ്രൂഫാണ്, ഡസ്റ്റ് പ്രൂഫാണ്, സ്മോക്ക് പ്രൂഫാണ്, ഡ്രഗ് പ്രൂഫാണ്, പിന്നെ ഓഫ് കോഴ്സ് ബുള്ളറ്റ് പ്രൂഫാണ്. മാർട്ടിനെ കൊല്ലാനുള്ള ബുള്ളറ്റ് ഇതുവരെ മാനുഫാക്ചർ ചെയ്തിട്ടില്ല. എന്തിനേറെ പറയണം, മാർട്ടിൻ ബോംബ് പ്രൂഫ് വരെയാണ്. ചുരുക്കി പറഞ്ഞാൽ ഒലക്കെ കടിച്ചാലും വരട്ടി പൊറിച്ചാലും മാർട്ടിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവൻ മനുഷ്യനല്ല, മനുഷ്യന്റെ രൂപത്തിലുള്ള. സിനിമയുടെ കഥ, സിനിമയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് കഥയില്ല. വേണമെങ്കിൽ മാർട്ടിൻ നമ്മുടെ ജയറാം അഭിനയിച്ച മാജിക് ലാമ്പിൻ്റെ ഒരു അൺഒഫീഷ്യൽ റീമേക്ക് ആണെന്ന് പറയാം. ഒരുത്തൻ വേറൊരുത്തനെ തപ്പിപ്പോകുന്നു, ആ തപ്പിപ്പോകുന്നത് അവൻ തന്നെ. ഇനി ഇവന്മാർ രണ്ടുപേരും മാത്രമേ ഉള്ളെന്ന് പറഞ്ഞ് നമ്മൾ സമ്മാനിച്ചിരിക്കുമ്പോൾ താണ്ട മൂന്നാമതൊരുത്തൻ ചെന്ന് പിടിക്കുന്നതെല്ലാം ഒരേ ആള്. ഈ വള്ളിയൊക്കെ ഇടയ്ക്ക് നമുക്ക് മനസ്സിലാവാത്തത് പോട്ടെ, നമുക്ക് ഇവരെ തമ്മിൽ മാറിപ്പോകുന്നത് പിന്നെ മനസ്സിലാക്കുക, ഇവന്മാർക്ക് തന്നെ തമ്മിൽ മാറിപ്പോകും. അതിൻ്റെ കൂടെ ഒരുത്തിനും ഓർമ്മയില്ല. അവൻ എന്നെ പോലിരിക്കും, പക്ഷേ അവൻ ഞാനല്ല. ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഈ സിനിമ കാണാൻ വരുന്നവരെ പല രീതിയിൽ വാൺ ചെയ്യാൻ ശ്രമിച്ചു. അവർ പല സിഗ്നലുകൾ തന്നു. ട്രെയിലർ തന്നു, ടീസർ തന്നു, പാട്ടുകൾ തന്നു, ഈവൻ പ്രസ് മീറ്റ് വരെ അവർ ക്ലിയർ ആയിട്ട് സിഗ്നൽ തന്നു. Martin commands Malayalam reporters to take control for the next 15 minutes. I mean 15 minutes. ഇതൊന്നും കണ്ടിട്ട് മനസ്സിലാവാതെ തിയേറ്ററിൽ ഞാൻ പടം കാണാൻ വരുവടാ എന്ന് പറഞ്ഞവർക്ക് തിയേറ്ററിൽ പടത്തിൻ്റെ തുടക്കത്തിൽ തന്നെ എഴുതി കാണിച്ചു സേഫ്റ്റി ഫസ്റ്റ് എന്ന്. അത് എഴുതി കാണിച്ചപ്പോഴെങ്കിലും നമ്മൾ മനസ്സിലാക്കണമായിരുന്നു. തലയിലെടുത്ത് തൂത്താ പോവോ? ശരിക്കും ഈ പടത്തിലെ നായകൻ ധ്രുവ സർജ ഒരു മൃഗത്തിൻ്റെ സ്വഭാവം ഉൾക്കൊണ്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ഈ പടം മുഴുവൻ കണ്ടു കഴിഞ്ഞാലും നമുക്കത് ഏത് മൃഗമാണെന്ന് മനസ്സിലാവത്തില്ലെന്ന് ഇതിൻ്റെ മേക്കേഴ്സിന് തന്നെ മനസ്സിലാകേണ്ടായിരിക്കും. അവർ പടം ത്രൂ ഔട്ട് ഇടയ്ക്കിടയ്ക്ക് കുറേ സിഗ്നലുകൾ തരും, വായാൽ പറയുകയും ചെയ്യും. അവനൊരാൾ 10 ആനയ്ക്ക് സമം. ടൈഗർ, അതായത് മാൻ ഈറ്റർ, മാർട്ടിനെ പോലെ. പക്ഷേ ഇതൊന്നും അല്ല അവർ ശരിക്കും ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറയ്ക്കുന്ന പട്ടിയുടെ വായിന്ന് ബിസ്ക്കറ്റ് തിന്നാൻ മാത്രമല്ല, ആവശ്യം വന്നു കഴിഞ്ഞാൽ ബിസ്ക്കറ്റ് തിന്നാൻ സ്വയം കുറയ്ക്കാനും മാറ്റം പറയാം. ഇനിയിപ്പോൾ ഗർജനമാണോ അവർ ഉദ്ദേശിച്ചത്? അപ്പോൾ ഈ പടത്തിൻ്റെ കഥ ഞാനൊന്ന് പറയാൻ ശ്രമിക്കാം. പ്രത്യേകിച്ച് കഥയൊന്നുമില്ല, എന്നാലും ഞാനൊന്ന് ശ്രമിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് പടം തുടങ്ങുമ്പോൾ നായകനെ ആരോ വെടിവെക്കുന്നു. നായകൻ ഹോസ്പിറ്റലാവുന്നു. ഈ ഹോസ്പിറ്റലായ നായകൻ എന്തോ വലിയ സംഭവം ആയതുകൊണ്ട് അയാൾക്ക് ഓർമ്മ പോകുന്ന രീതിയിലുള്ളൊരു ഇഞ്ചക്ഷൻ കൊടുക്കാൻ ആരെയോ വിളിച്ച് പറയുന്നു. ഈ ഇഞ്ചക്ഷൻ കുത്തി കഴിയുമ്പോഴത്തേക്ക് ഇയാളുടെ ഓർമ്മ പോവും, പക്ഷേ അയാൾ വയലൻ്റായി അവിടുത്തെ സാധനങ്ങളെല്ലാം അടിച്ച് തെറിപ്പിക്കുന്ന, ആൾക്കാരെ പിടിച്ച് പൊക്കി നിർത്തുന്നു. ഇത് സഹിക്കാൻ വയ്യാതെ ആനയ്ക്ക് വെക്കുന്ന മയക്കുവെടി വെച്ച് അങ്ങനെ ഓഫാക്കുന്നു. എന്നിട്ടൊരു ജയിലിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ കണ്ണും തള്ളി കഴുത്തും തിരിച്ച് ഇങ്ങനെ ഒരു നടപ്പാണ്. കാര്യം ഇവരിത് ഈ ചെയ്യുന്നത് ഭീകരതയാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിലും നമുക്കിത് കാണുമ്പോൾ ചൈന ടൗണിലെ ദിലീപിനെ ഓർമ്മ വരുന്നത്. ആ നടത്തും എക്സ്പ്രഷൻസും ഒക്കെ പോട്ടെ, ആ സിനിമയിലുള്ള ഒരു സീൻ തന്നെ അതുപോലെ ഉണ്ട് ഈ സിനിമയിൽ. ഇയാളുടെ ബോഡിയിൽ 2 ടൈപ്സ് ഓഫ് ഡ്രഗ്സ് മിക്സ് ആയിട്ടുണ്ട്. നിങ്ങൾക്കറിയോ അത് എന്തുമാത്രം അപകടം പിടിച്ചതാണെന്ന്? ഇയാളുടെ ശരീരത്തിലുള്ള ഡ്രഗ്സ് ഒരു ആനയ്ക്ക് ഇഞ്ചക്ട് ചെയ്താൽ അത് 1/2 മണിക്കൂറിനുള്ളിൽ വീഴും. അത് ചിലർക്ക് കഴിച്ചാൽ 2-3 ദിവസത്തേക്ക് ഓർമ്മയുണ്ടാവില്ല. ഇയാളിങ്ങനെ രക്ഷപ്പെട്ടത് ഇറ്റ്സ് എ മിറാക്കിൾ. इसकी मेमोरी वापस आने का कोई चांस है डॉक्टर? തിരിച്ചു കിട്ടാം, തിരിച്ചു കിട്ടാതെയും ഇരിക്കാം. ഇപ്പൊ ഇയാളില്ലേ, ഇയാൾ എങ്ങനെ പ്രതികരിക്കുന്ന പോലും പറയാൻ പറ്റില്ല. അതുവരെയും ഇയാളെ സെപ്പറേറ്റ് സെല്ലിൽ ഇടുന്നതാണ് സേഫ്. ഹി ഈസ് വെരി ഡേഞ്ചറസ്. അപ്പോൾ ഈ സീൻ കഴിയുമ്പോഴത്തേക്കും നായകൻ എസ്കേപ്പ് ആവും. നായകൻ എസ്കേപ്പ് ആയി കഴിഞ്ഞിട്ട് മാർട്ടിൻ എന്ന് പറഞ്ഞ വില്ലനെ തപ്പിപ്പോവും. അപ്പോൾ ഈ നായകൻ ഓരോരുത്തരെ ചെന്ന് കണ്ട് മാർട്ടിനെ അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. നായകൻ ചെന്ന് കാണുന്നവരൊക്കെ ഇടം കണ്ണിൽ വെടിയും കൊണ്ട് പടമാവും. അപ്പോൾ പിന്നെ നായകൻ ചെന്ന് കാണുന്നവരെയൊക്കെ ഈ ഇടം കണ്ണ് കയ്യൻ്റെ ഇടം കണ്ണിൽ വെടിവെക്കുന്നവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ടുള്ള നായകൻ്റെ ശ്രമത്തിനൊടുവിൽ നായകനൊരു കാര്യം മനസ്സിലാക്കുകയാണ്. സർപ്രൈസ്, അവൻ തന്നെയാണ് മാർട്ടിൻ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശരി, എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഈ ഇരിക്കുന്ന നീ? ഈ ഇരിക്കണം ഞാനില്ലേ? അത് ഞാനല്ല, ഞാൻ എവിടെയോ ആണ്. ശരിക്കുള്ള നായകൻ ഏതോ ഒരു ഹോസ്പിറ്റലിൽ കഴുത്തുളുക്കി കിടപ്പാണ്. അപ്പോൾ ശരിക്കുള്ള നമ്മുടെ നായകൻ്റെ പേര് അർജുൻ എന്നാണ്. പിന്നെ അങ്ങോട്ട് നായകൻ അവിടെ നിന്ന് എഴുതേക്കും. അർജുൻ മാർട്ടിനെ തപ്പി നടക്കും, മാർട്ടിൻ അർജുനെ തപ്പി നടക്കും. കണ്ണിൽ വെടികൊണ്ട് ചത്തവരൊക്കെ വില്ലന്മാരാവും. പിന്നെ ചാവാത്ത ഒരുത്തനെ മാർട്ടിനും അർജുനും കൂടെ ചേർന്ന് പൂശും. എല്ലാം കൂടെ കഴിഞ്ഞ് ശുഭം എന്നും പറഞ്ഞൊരു കാർഡ് ഇടാറാവുമ്പോഴത്തേക്കും ദാണ്ട വരുന്ന മൂന്നാമതെടുത്ത്
മറ്റേ പുലിവാൽ കല്യാണം എന്ന് പറഞ്ഞ പടത്തിനകത്ത് ജഗതി വന്നിരിക്കുന്ന സീൻ പോലെ കഥയുമായിട്ട് യാതൊരു ബന്ധമില്ലെങ്കിലും കണ്ണി കുത്തുന്ന എന്നാൽ വായിലിട്ട വാ വിളിക്കുന്ന രീതിയിലുള്ള കുറേ പാട്രിയോട്ടിസം, രാജ്യസ്നേഹം ഇതിനകത്തും വാരി വതറിയിട്ടുണ്ട്. പൊതുവേ സിനിമകളിൽ നായകനോട് പ്രേമം തോന്നാൻ കുറേ കാരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നായകൻ്റെ ബുദ്ധി കണ്ട് ഇഷ്ടപ്പെടുന്നത് കണ്ടിട്ടുണ്ടാവും, നായകൻ്റെ ശക്തി കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടാവും, നായകൻ്റെ കഴിവ് കണ്ട്, സംസാരം കണ്ട്, ജോലി കണ്ട്, അങ്ങനെ പല രീതിയിലും കണ്ടിട്ടുണ്ട്. എന്തിന് കണ്ട് നായകനെ ഇഷ്ടപ്പെടുന്നത് വരെ നമ്മൾ കണ്ടിട്ടുണ്ടോ? പക്ഷെ നായകൻ്റെ രാജ്യസ്നേഹം കണ്ട് നായകനോട് ഇഷ്ടം തോന്നുന്നത് കണ്ടിട്ടുണ്ടോ? ഫസ്റ്റ് ടൈം. What a patriotic moment. മരിച്ചുപോയ പട്ടാളക്കാരനായ അച്ഛന് വേണ്ടി കൊടി കുത്താനായിട്ട് ഹിമാലയം വരെ നടന്നുപോയ നായിക എവിടെ കിടക്കുന്നു. അതിനേക്കാൾ 10 ഇരട്ടി വലിപ്പമുള്ള കൊടി ചന്ദന കുങ്കുമ അഞ്ജലിയോടെ കൊണ്ടുവന്ന് പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ കൊണ്ടുവന്ന് കുത്തിവെച്ച മാർട്ടിൻ അവിടെ കിടക്കുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ചന്ദനവും കുങ്കുമവും രാഷ്ട്രീയതിയൊക്കെ അതിൻ്റെ ചോട്ടിലിടുന്നത്? ബോർഡർ കടന്നു വന്ന് ഇന്ത്യൻ ഫ്ലാഗ് അവിടെ ഉയർത്തിയത് ഒരു മലയാളിയാണെന്ന് അറിയിക്കാൻ വേണ്ടി. അടിച്ചു വിടാതെ ഈ സിനിമ മൊത്തം കണ്ടു തീർക്കുന്നവർക്ക് പരംവീർ ചക്ര വഴങ്ങപ്പെടും. പിന്നെ ഈ പറഞ്ഞ പോലെ കഴിക്കാത്ത ഇന്ത്യ എന്നും സിനിമയിൽ കുറേ രാജ്യസ്നേഹമൊക്കെ വാരി വിതറിയിരിക്കുന്നുണ്ട്. ഇത് കൊള്ളില്ല എന്ന് നിങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ആൻറ്റി ഇന്ത്യൻ ആവുമായിരിക്കും, ഐ ഡോണ്ട് നോ. പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ. ശബ്ദം കുറച്ച് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ അടിച്ചു വിട്ട് കാണാം. പിന്നെ ഈ സിനിമ കാണണം എന്ന് അല്ലെങ്കിൽ കാണണോ എന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം മാർട്ടിൻ തരും. വെള്ളത്തിൽ കുളിക്കാൻ ആഗ്രഹിക്കുന്നവർ മാറി നിൽക്ക്, ചോരയിൽ കുളിക്കാൻ ആഗ്രഹിക്കുന്നവർ. ഞാൻ എന്തായാലും ചോരയിൽ കുളിച്ചു. നിങ്ങൾ ചോരയിൽ കുളിക്കാൻ തയ്യാറാണോ? ആണെങ്കിൽ ഒന്നും ചെയ്യാനില്ല, ആമസോൺ പ്രൈമിൽ പടമുണ്ട്, പോയി കണ്ടിട്ട് വരൂ. അപ്പം ശരി. അതായത് ഓൾ ദി ബെസ്റ്റ് എന്ന ഫ്രഞ്ചില് ബൈ.